നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആത്മസമർപ്പണത്തിന്റെ ദിനരാത്രങ്ങൾ പിന്നിട്ട ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഹ്ലാദത്തിന്റെ പെരുന്നാൾ. ചെറിയ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത് 10,000. കേരളത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത് 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയ ശേഷം. പലസ്തീൻ ജനതയ്ക്കായി പ്രത്യേക പ്രാർത്ഥനകൾ. തൃശൂരിൽ പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പോലീസ് നടപടി യുവതിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ. ശസ്ത്രക്രിയയെ തുടർന്ന് ഇന്ന് പുലർച്ചെ മരണപ്പെട്ടത് മാള പാറപ്പുറം ചക്കിയത്ത് സിജോയുടെ ഭാര്യ 31 വയസ്സുള്ള നീതു. തൃശൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതി പിടിയിൽ. ഒന്നാം പ്രതി മൂർക്കനാട് സ്വദേശി 26 വയസ്സുള്ള അഭിനന്ദ് പിടിയിലായതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 13ആയി. മാള പൊയ്യയിൽ കോഴിക്കോട് സ്വദേശിയെ ആക്രമിച്ച് 5.5 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കോങ്ങാട് തിരുമാന്താംകുന്ന് പൂരം വലിയാറാട്ട് ഭക്തി നിർഭരം. കൊടും ചൂടിനെ അവഗണിച്ച് ആഘോഷത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ആറാട്ടെഴുന്നള്ളിപ്പ് സമ്മാനിച്ചത് വാദ്യവിസ്മയത്തിന്റെ സുന്ദരമാത്രകൾ. വാർത്തകൾ വിശദമായി. ആത്മസമർപ്പണത്തിന്റെ ദിനരാത്രങ്ങൾ പിന്നിട്ട് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയാണ് കേരളത്തിൽ മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. മതവും മതമൂല്യങ്ങളും മനുഷ്യനന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് ഒറ്റപ്പാലം മസ്ജിദുൽ മനാർ ഇമാം ഇദ്രീസ് സൊലാഹി. കേനം ഒറ്റപ്പാലം ശാഖ BMUP സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ പെരുന്നാൾ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒറ്റപ്പാലം BMUP സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ 7:30യോടെയാണ് ഈദ്ഗാഹ് ആരംഭിച്ചത്. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മതവും മതമൂല്യങ്ങളും മനുഷ്യനന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് പെരുന്നാൾ സന്ദേശം നൽകിയ മസ്ജിദുൽ മനാർ ഇമാം ഇദ്രീസ് സൊലാഹി ചൂണ്ടിക്കാട്ടി. ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക, ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും എന്ന പ്രവാചകവചനം എല്ലാ തരത്തിലുള്ള വർഗീയ വിഭാഗീയ ചിന്തകൾക്കും എതിരെയുള്ള ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പൗരത്വ നിയമങ്ങളും ഏക സിവിൽ കോഡുമൊക്കെ നാം ഇന്ത്യൻ ജനത എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശത്തിന്റെ നിഷേധമാണെന്നും ഭരണാധികാരികൾ ഇത്തരം നിയമങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെറിയ പെരുന്നാളിന്റെ ഭാഗമായി കോട്ടായി മേഖലയിലെ വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. ബുധനാഴ്ച രാവിലെ മുതൽ ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിനെത്തിയത് നൂറുകണക്കിന് വിശ്വാസികളാണ്. പറളി എടത്തറ 5-ാം മൈൽ നൂറുൽ ഹുദ മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് മുഹയുദ്ദീൻ നമസ്കാരത്തിനും പെരുന്നാൾ ഗുത്തുബയ്ക്കും നേതൃത്വം നൽകി. കോട്ടായി ഓടന്നൂർ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഗുത്തുബയ്ക്കും NP ഷാഹുൽ ഹമീദ് നേതൃത്വം നൽകി. മാത്തൂർ മുലോട് മസ്ജിദുൽ ഹുദയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഗുത്തുബയ്ക്കും അബ്ദുൽ ഗഫൂർ നേതൃത്വം നൽകി. കോട്ടായി സെൻട്രൽ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് അഷ്റഫ് ഫൈസി നേതൃത്വം നൽകി. കിണാവല്ലൂർ വഴുക്കപ്പാറയിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ ഷൗക്കത്ത് മൗലവി പെരുന്നാൾ നമസ്കാരത്തിനും ഗുത്തുബയ്ക്കും നേതൃത്വം നൽകി. കല്ലൂർ മസ്ജിദുൽ യഗീനിൽ സംഘടിപ്പിച്ച പെരുന്നാൾ നമസ്കാരത്തിനും ഗുത്തുബയ്ക്കും മൂസ ഉമരി നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സൗഹൃദവും സ്നേഹവും പങ്കുവച്ച് അമ്പലപ്പാറയിലെ ഈദ്ഗാഹ്. പ്രദേശത്ത് ആദ്യമായാണ് പെരുന്നാളിനോടനുബന്ധിച്ച് ഈദ്ഗാഹ് ഒരുക്കിയത്. അമ്പലപ്പാറ സംസം ഓഡിറ്റോറിയം ഗ്രൗണ്ടിലായിരുന്നു ഈദ്ഗാഹ്. നൂറുകണക്കിന് ആളുകളാണ് പെരുന്നാൾ നമസ്കാരത്തിനായി അമ്പലപ്പാറയിലെ ഈദ്ഗാഹിലെത്തിയത്. അമ്പലപ്പാറ മസ്ജിദിലെ അലിയുടെ നേതൃത്വത്തിലായിരുന്നു പെരുന്നാൾ നമസ്കാരം. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. റംസാനോടനുബന്ധിച്ച് നടത്തിയ വിവിധ വിജ്ഞാന മത്സരങ്ങളിൽ വിജയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. കേരള ഹൈക്കോടതിയിൽ നിന്ന് അഡ്വക്കറ്റായി എൻറോൾ ചെയ്ത സെബിൻ അമ്പലപ്പാറയ്ക്ക് സ്നേഹാദരമൊരുക്കി. കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായി. للعالمين
മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളായ ഹംസ മാസ്റ്റർ പി ഫൈസൽ, അബ്ബാസ് അമ്പലപ്പാറ, അബുട്ടി കുന്നത്ത്, ഉമ്മർ അമ്പലപ്പാറ, ഷനൂബ്, അബ്ദുൾ റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. ഈദ് എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ് പഠിപ്പിക്കുന്നത്. എവിടേക്കാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ മടങ്ങുന്നത്? നല്ല നല്ല ശീലങ്ങളുണ്ട്, ഒരുപാട് നന്മകളുണ്ട്, തഖ്വയുടെ പാഠങ്ങളുണ്ട്, ക്ഷമയുടെ അടയാളങ്ങളുണ്ട്. ശവ്വാൽ അമ്പിളി തെളിയുന്നതോടെ അത്തരം നന്മകളും ശീലങ്ങളുമൊക്കെ നാം നേടിയെടുത്ത പുതിയ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെ തകർത്തു കളയുന്ന, ആ ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു കർമ്മങ്ങളിലേക്കല്ല യഥാർത്ഥത്തിൽ നാം മടങ്ങേണ്ടത്. കുത്തുബ പ്രഭാഷണത്തിനും നമസ്കാരത്തിനും മൗലവി പി സക്കീർ ഹുസൈൻ നേതൃത്വം നൽകി. പരസ്പരം സ്നേഹം പങ്കുവച്ചും ആശ്ലേഷിച്ചുമാണ് വിശ്വാസികൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഈദ്ഗാഹിന്റെ ഭാഗമായി മണ്ണൂർ കൊട്ടക്കുന്ന് ജുമാ മസ്ജിദിലും പത്തിരിപ്പാല മക്ക മസ്ജിദിലും പെരുന്നാൾ നമസ്കാരം നടന്നു. പെരുന്നാൾ നമസ്കാര ചടങ്ങുകളുടെ ഭാഗമായി പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും നടത്തി. സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ ഇനിയുള്ള കാലങ്ങളിലും മുറുകെ പിടിക്കണമെന്നും വെറുപ്പും വിദ്വേഷങ്ങളും മാറ്റി നിർത്തേണ്ടതുണ്ടെന്നും കൊട്ടക്കുന്ന് പള്ളി ഫൈസി ആഷിഖ് കാരാകൃഷി മണ്ണൂർ കൊട്ടക്കുന്ന് ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ ഗുത്തുബ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനുള്ള പ്രതിഫലമായിട്ട് അതിനുള്ള ഒരു സമ്മാനമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. പറഞ്ഞു പള്ളിയിൽ രാവിലെ 8 മണിക്ക് നടന്ന ജുമുഅ നമസ്കാരത്തിൽ ചെറിയ കുട്ടികളടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. പത്തിരിപ്പാല മക്ക മസ്ജിദിന്റെ നേതൃത്വത്തിൽ മൗണ്ട് സീനയിൽ നടന്ന ഈദ്ഗാഹിലും വനിതകളടക്കം 1000-ലധികം ആളുകൾ പങ്കാളികളായി. സമാധാനവും സന്തോഷവും ഐക്യവും കാത്തുസൂക്ഷിക്കാൻ മുസ്ലിം സമുദായം മുൻകൈയെടുക്കണമെന്നും ഇമാം ബുഷൈറുദ്ദീൻ ഷർഗി പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂരിൽ പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മാള പാറപ്പുറം ചക്കിയത്ത് സിജോയുടെ ഭാര്യ 31 വയസ്സുള്ള നീതുവാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ശസ്ത്രക്രിയ നടത്തിയ ചാലക്കുടി പോട്ട പാലസ് ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. ചാലക്കുടി പോട്ടയിൽ പ്രവർത്തിക്കുന്ന പാലസ് ഹോസ്പിറ്റലിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്കായി ഞായറാഴ്ചയാണ് നീതു അഡ്മിറ്റായത്. തിങ്കളാഴ്ചയായിരുന്നു ശസ്ത്രക്രിയ. പ്രസവം കഴിഞ്ഞ 9 ദിവസത്തിന് ശേഷമാണ് നീതു ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. ഇതിനിടെ ഫിറ്റ്സ് വന്ന് നീതു ഗുരുതരാവസ്ഥയിലായി. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി നീതുവിനെ പാലസ് ഹോസ്പിറ്റലിൽ നിന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ ചികിത്സയിലിരിക്കെ പുലർച്ചെ 4 മണിയോടെയാണ് നീതു മരണപ്പെട്ടത്. തുടർന്ന് പാലസ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയതിലെ അപാകത മൂലമാണ് നീതു മരണപ്പെടാനിടയായതെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു. ഇതോടെയാണ് ചാലക്കുടി പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്ത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതി പിടിയിൽ. കേസിലെ 1-ാം പ്രതി മൂർക്കനാട് സ്വദേശി 26 വയസ്സുള്ള അഭിനന്ദാണ് അറസ്റ്റിലായത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 13ആയി. അറസ്റ്റിലായ അഭിനന്ദിനെ സംഭവസ്ഥലത്തും കുത്താനുപയോഗിച്ച കത്തി ഒളിപ്പിച്ചുവെച്ച കരുവന്നൂർ പുഴയോരത്തുള്ള ചുണ്ടക്കടവിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചൂണ്ടക്കടവിൽ നിന്ന് കുത്താനുപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തു. ഇരിങ്ങാലക്കുടയിൽ ചുണ്ണാമ്പ് തെറിച്ച തർക്കത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിട്ടുള്ള പ്രതിയാണ് അഭിനന്ദ്. ഇയാൾ കോടതിയിൽ നിന്ന് അപ്പീൽ ജാമ്യമെടുത്താണ് പുറത്തിറങ്ങിയത്. ഇക്കഴിഞ്ഞ 3-നാണ് മൂർക്കനാട് ക്ഷേത്ര ഉത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെ മൂർക്കനാട് ആലുംപറമ്പിൽ വെച്ച് സംഘർഷമുണ്ടായത്. മുമ്പ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണെന്ന് പോലീസ് പറഞ്ഞു. സംഘം ചേർന്ന് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ 6ഓളം പേർക്ക് കുത്തേറ്റിരുന്നു. ഇതിൽ വെളുത്തൂർ സ്വദേശി അക്ഷയ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആനന്ദപുരം സ്വദേശി സന്തോഷ് പിന്നീട് ചികിത്സയിലിരിക്കെയും മരണപ്പെട്ടു. 4 പേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട 1-ാം പ്രതി അഭിനന്ദ് ബാംഗ്ലൂർ, സേലം തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം നാട്ടിലെത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
സൗദിയിൽ വധശിക്ഷ കാത്തുകഴിയുന്ന മലയാളിയെ രക്ഷിക്കാൻ നാട് കൈകോർക്കുന്നു. 18 വർഷത്തോളമായി സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ കണ്ടെത്തേണ്ടത് 34 കോടി രൂപയാണ്. മുന്നൂർക്കോട് സ്വദേശി PK സന്തോഷ് നടത്തുന്ന ഫണ്ട് സമാഹരണ യാത്ര മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഫ്ളാഗ് ഓഫ് ചെയ്തു. സൗദിയിൽ ഡ്രൈവറായിരുന്ന അബ്ദുൾ റഹ്മാന് പറ്റിയ കയ്യബദ്ധത്തിൽ സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകൻ മരിച്ചതോടെയാണ് ജയിലഴിക്കുള്ളിലായത്. നിരന്തരമായ ഇടപെടലുകളെ തുടർന്ന് 34 കോടി രൂപ മോചനദ്രവ്യമായി നൽകിയാൽ ശിക്ഷ ഒഴിവാക്കാമെന്ന് കുടുംബം സമ്മതിച്ചു. ഏപ്രിൽ 16-നാണ് അവസാന തീയതി. ഇതുവരെ 6 കോടിയോളം രൂപ സമാഹരിക്കാനായിട്ടുണ്ട്. ഇനിയും 29 കോടിയോളം രൂപ കണ്ടെത്തണം. പരമാവധി പണം കണ്ടെത്താൻ വിദേശത്തും ശ്രമം നടക്കുന്നുണ്ട്. പണം സ്വരൂപിക്കുന്നതിനായി ഒരു നാടാകെ കൈകോർക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഒറ്റപ്പാലം മുന്നൂർക്കോട് സ്വദേശിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ PK സന്തോഷ് ഫണ്ട് സമാഹരണത്തിനായി മുന്നോട്ട് വന്നത്. സുമനസ്സുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഫണ്ട് സമാഹരിക്കാനാണ് സന്തോഷിന്റെ യാത്ര. ചുരുങ്ങിയ ദിവസം കൊണ്ട് ഷൊർണൂർ, പട്ടാമ്പി, പെരിന്തൽമണ്ണ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഫണ്ട് സമാഹരണത്തിനായി സന്തോഷ് എത്തും. 18 വർഷമായി സൗദി ജയിൽ ശിക്ഷ അനുഭവിച്ച് കിടക്കുന്ന റഹീമിന് വേണ്ടി ഈ കേരളം ഒന്നിച്ച് കൈകോർക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കൂടി ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇന്നൊരു ദിവസം ഷൊർണൂരിൽ നിന്ന് 6 ദിവസത്തെ കാൽനട പ്രചാരണമായി ധനം സമാഹരിക്കലാണ് എൻ്റെ ലക്ഷ്യം. അതായത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ റഹീമിനെ ജീവിതത്തിലേക്കും നാട്ടിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ദൗത്യം മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി പ്ലക്കാർഡും ആദ്യ സംഭാവനയും നൽകി യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. റഹീമിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി സൗദി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫല തുക സമാഹരിച്ച് റഹീമിനെ രക്ഷിക്കുന്നതിന് വേണ്ടി, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാടാകെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തിൽ എല്ലാവരും പങ്കാളികളാകണം. ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാടിൻ്റെ ഒരുമയിലൂടെ നമുക്ക് സാധിക്കണം. എല്ലാവരും കൈകോർക്കണം. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ജ്വാല പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് S കൃഷ്ണദാസ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ജിഷ, ഷൊർണൂർ വിജയൻ, മുരളി മുണ്ടായ, ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. 34 കോടി രൂപ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമത്തിൻ്റെ ഒരു പങ്കാളിയും ഭാഗഭാക്കുമാവുകയാണ് സന്തോഷ്. സന്തോഷ് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ഭാഗമായി മാറി റഹീമിൻ്റെ ജയിൽ മോചനം യാഥാർത്ഥ്യമാക്കുക എന്നത് ഒരു ദൗത്യമായി ഏറ്റെടുത്ത് അതിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. അതിൻ്റെ ഭാഗമായിട്ട് സന്തോഷം നടത്തുന്ന ഈ ദൗത്യം വിജയകരമാക്കി മാറ്റാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോങ്ങാട് തിരുമാന്താംകുന്ന ഭഗവതി ക്ഷേത്രത്തിലെ വലിയ ആറാട്ടുത്സവം നടന്നു. പൂരപ്രേമികളിൽ മേളപ്പെരുക്കത്തിന്റെ പ്രൗഢി നിറച്ച ആറാട്ടെഴുന്നള്ളിപ്പിന് സാക്ഷ്യം വഹിച്ചത് വൻ ജനാവലി. ബലിയാറാട്ടു ദിവസമായ ബുധനാഴ്ച ക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമം, സോപാന സംഗീതം എന്നിവയ്ക്കു ശേഷം 3 ഗജവീരന്മാർ അണിനിരന്ന ആറാട്ടെഴുന്നള്ളിപ്പ് നടന്നു. എഴുന്നള്ളിപ്പിന് കുനിശ്ശേരി അനിയന്മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം അകമ്പടിയായി. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടിനു ശേഷം ചാക്യാർകൂത്തും ഓട്ടംതുള്ളലും നടന്നു. തുടർന്ന് നടന്ന ആറാട്ട് കൊട്ടിക്കയറലിന് കാഞ്ഞിലശ്ശേരി വിനോദ് മാരാർ നയിക്കുന്ന പഞ്ചാരിമേളം അകമ്പടിയായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാളപ്പൊയ്യയിൽ കോഴിക്കോട് സ്വദേശിയെ ആക്രമിച്ച് 5.5 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ 2 പ്രധാന പ്രതികൾ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശി ഷാമോൻ, മേത്തല സ്വദേശി സ്വാലിഹ് എന്നിവരാണ് പിടിയിലായത്. ഇരിങ്ങാലക്കുട DYSP MC കുഞ്ഞുമൊയ്തീൻ, മാള ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 30-ന് രാവിലെ 11 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. പണയത്തിലിരിക്കുന്ന സ്വർണമെടുപ്പിക്കാൻ എന്ന വ്യാജേന സംഘത്തിൽ ഉൾപ്പെട്ട സ്ത്രീ കോഴിക്കോട് സ്വദേശിയായ ശ്യാംലാലിനെ പൊയ്യ ബിവറേജിന് സമീപത്തേക്ക് വിളിച്ചുവരുത്തി. ഇവരുടെ സഹോദരനെന്ന് പറഞ്ഞ് ബൈക്കിലെത്തിയ യുവാവ് ശ്യാംലാലിനെ ബിവറേജ് ജംഗ്ഷനിൽ നിന്നുള്ള കഴിഞ്ഞിത്തറ റോഡിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് വഴിയിൽ കാത്തുനിന്ന സാലിഹും ഷാമോനും കൂടി ചേർന്ന് ആക്രമിച്ച് 5.5 ലക്ഷം അടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു.
ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി MC കുഞ്ഞുമൊയ്തീൻകുട്ടി, മാള ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 2 ദിവസത്തിനുള്ളിൽ പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പിറ്റേന്നു തന്നെ പോലീസിന് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചിരുന്നു. 2ാം പ്രതി ഷാമോനെ ബാംഗ്ലൂർ യലഹങ്കയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് അന്വേഷണ സംഘം യലഹങ്ക പോലീസിന്റെ സഹായത്തോടെ സാഹസികമായി പിടികൂടിയത്. 3ാം പ്രതി സാലിഹിനെ മേത്തലയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് 18-കാരന് ദാരുണാന്ത്യം. ചിറമനങ്ങോട് സ്വദേശി ഖലീലിന്റെ മകൻ മുഹമ്മദ് അൻസിലാണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. അൻസിൽ ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അൻസിലിനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. ചിറമനേങ്ങാട് സ്വദേശി ഖലീലിന്റെ മകനാണ് മുഹമ്മദ് അൻസിൽ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ 10,000 അശ്വതികാവ് തീണ്ടി. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രസിദ്ധമായ അശ്വതികാവ് തീണ്ടലിന് കോമരങ്ങളും ഭക്തജനങ്ങളും എത്തിയിരുന്നു. ക്ഷേത്രാധികാരിയായ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ പല്ലക്കിൽ ബലിപ്പുരയിലെത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഭഗവതിക്ക് ചികിത്സ വിധിക്കുന്ന പാലക്കൽ വേലൻ ദേവിദാസൻ പടിഞ്ഞാറേ നടയിൽ പീഠമിട്ടിരുന്നു. കുന്നത്തുമഠം പരമേശ്വരനുണ്ണി അടികൾ, മഠത്തിൽ മഠം രവീന്ദ്രനാഥനടികൾ എന്നിവർ ചേർന്നാണ് പൂജകൾ നിർവഹിച്ചത്. പൂജകൾ പൂർത്തിയാക്കി അടികൾമാരും വലിയ തമ്പുരാനും ക്ഷേത്രം തന്ത്രിയും മറ്റ് പരിവാരങ്ങളും കിഴക്കേ നടയിലൂടെ പുറത്തിറങ്ങി. തമ്പുരാൻ അടികൾമാർക്ക് അധികാരദണ്ഡ് കൈമാറി. തുടർന്ന് നിലപാടുതറയിൽ എഴുന്നള്ളിയ തമ്പുരാൻ കാവുതീണ്ടുവാൻ അനുമതി നൽകുന്നതിന്റെ അടയാളമായി കോയ്മ ചെമ്പട്ടുകുട ഉയർത്തിക്കാണിച്ചു. കിഴക്കേ നടയിലെ നിലപാടുതറയ്ക്ക് മുകളിൽ ചെമ്പട്ടുകുട ഉയർന്നു പൊങ്ങിയതോടെ കാത്തുനിന്ന കോമരക്കൂട്ടങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഇരമ്പിയാർത്ത് കൊടുങ്ങല്ലൂർ കാവിനെ പ്രകമ്പനം കൊള്ളിച്ച് ക്ഷേത്രത്തിനു ചുറ്റും 3 പ്രദക്ഷിണം വെച്ച് അശ്വതിക്കാവ് പൂകി. പാലക്കൽ വേലനാണ് ആദ്യം കാവ് തീണ്ടിയത്. പിന്നാലെ കോമരങ്ങളും ഭക്തരും കാവ് തീണ്ടി. തുടർന്ന് നിലപാടുതറയിലെത്തി വലിയ തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ N. രാധാകൃഷ്ണൻ അനുസ്മരണം നടന്നു. ഭാരതീയ ജനസംഘത്തിന്റെ ഷൊർണൂരിലെ സ്ഥാപക നേതാവായിരുന്നു വെളുത്തെടുത്തുപറമ്പിൽ N. രാധാകൃഷ്ണൻ. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു അനുസ്മരണ യോഗം. ഭാരതീയ ജനസംഘത്തിന്റെ ഷൊർണൂരിലെ സ്ഥാപക നേതാവായിരുന്നു N. രാധാകൃഷ്ണൻ. അനുസ്മരണ യോഗത്തിൽ BJP ദേശീയ കൗൺസിൽ അംഗം V. രാമൻകുട്ടി പ്രഭാഷണം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് KM. ഹരിദാസ്, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK. ജയപ്രകാശ്, പാലക്കാട് DCC സെക്രട്ടറി VK. ശ്രീകൃഷ്ണൻ, MP. സതീഷ് കുമാർ, K. പരമേശ്വരൻ മാസ്റ്റർ, MB. മുകുന്ദൻ, C. മധുസൂദനൻ, EP. നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ്. ചെയർമാനായതിനു ശേഷം നിങ്ങൾ കാണുകയും സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ കുറേ അഭിപ്രായങ്ങളെല്ലാം പറയുകയും ചെയ്ത അടുപ്പമുള്ള ആൾ കൂടിയായിരുന്നു രാധേട്ടൻ. ഇത് പറയാതിരിക്കാനുള്ളതാണ്. ഒരുപാട് കാലം അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ആത്മസമർപ്പണത്തിന്റെ ദിനരാത്രങ്ങൾ പിന്നിട്ട ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഹ്ലാദത്തിന്റെ പെരുന്നാൾ. ചെറിയ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത് 10,000. കേരളത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത് 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയ ശേഷം. പലസ്തീൻ ജനതയ്ക്കായി പ്രത്യേക പ്രാർത്ഥനകൾ. തൃശൂരിൽ പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പോലീസ് നടപടി യുവതിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ. ശസ്ത്രക്രിയയെ തുടർന്ന് ഇന്ന് പുലർച്ചെ മരണപ്പെട്ടത് മാള പാറപ്പുറം ചക്കിയത്ത് സിജോയുടെ ഭാര്യ 31 വയസ്സുള്ള നീതു.
തൃശൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതി പിടിയിൽ. ഒന്നാം പ്രതി മൂർക്കനാട് സ്വദേശി 26 വയസ്സുള്ള അഭിനന്ദ് പിടിയിലായതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 13ആയി. മാള പൊയ്യയിൽ കോഴിക്കോട് സ്വദേശിയെ ആക്രമിച്ച് 5.5 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കോങ്ങാട് തിരുമാന്താംകുന്ന് പൂരം വലിയാറാട്ട് ഭക്തി നിർഭരം. കൊടും ചൂടിനെ അവഗണിച്ച് ആഘോഷത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ആറാട്ടെഴുന്നള്ളിപ്പ് സമ്മാനിച്ചത് വാദ്യവിസ്മയത്തിന്റെ സുന്ദരമാത്രകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.